വാർത്തകളിലേക്ക് പോകണം. അവിടെ ന്യൂസ് ഡെസ്കിൽ ഹരിയുണ്ട് കേട്ടോ. പുതിയ ചില വെളിപ്പെടുത്തലുകൾ ഇന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഹരിയോട് തന്നെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ചോദിച്ചറിയാം. ഹരി, ഇപ്പൊ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. എന്താണ് പുതിയ വെളിപ്പെടുത്തൽ? ആർക്കെതിരെയാണ് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തേക്ക് വരുന്നത്? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത് ആര്യ. ഇന്ന് രാവിലെ തന്നെ പുതിയൊരു വെളിപ്പെടുത്തൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യയാണ് ഇന്ന് രാവിലെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചുവിനെതിരെയാണ്. കഴിഞ്ഞ ദിവസം മിനു മുനീർ പറഞ്ഞ ഒരു ആരോപണം, പ്രത്യേകിച്ച് അവർ ഉന്നയിച്ച ഒരു പരാതിയും ഈ പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചുവിനെതിരെ ആയിരുന്നു. ഇന്ന് സന്ധ്യയും ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യയും വെളിപ്പെടുത്തുന്നത് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചുവിനെതിരെയാണ്. ഇതുപോലെ കാസ്റ്റിംഗ് കൗച്ചിനായി പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിച്ചുവിനെതിരെ ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സന്ധ്യ പറയുന്ന മറ്റൊരു കാര്യം, മറ്റൊരു നടിയുടെ അമ്മയോട് നടൻ മുകേഷ് മോശമായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടൊരു ആരോപണവും കൂടി വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മുകേഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളായി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 3 ആരോപണങ്ങൾ ഇപ്പോൾ നടൻ മുകേഷിനെതിരെ തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റൊരു നടിയുടെ അമ്മയോട് മോശമായി മുകേഷ് പെരുമാറി എന്നൊരു വാർത്തയും കൂടി ഇപ്പോൾ എന്നൊരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ വരുന്നത്, ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നതും കൂടി എടുത്ത് സൂചിപ്പിക്കുകയാണ്. മുകേഷ് പറഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുള്ള ആരോപണങ്ങളാണ് എന്നുള്ളത് മാത്രമായി നമുക്ക് കണ്ണടയ്ക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം മിനു മുനീറും മുകേഷിനെതിരെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോൾ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ നിൽക്കുകയാണ്. വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് സിനിമാ ലോകം പോകുന്നത് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണിത്. AMMA സംഘടനയെ സംബന്ധിച്ചിടത്തോളം വരുന്ന വാർത്തകൾ, പ്രത്യേകിച്ച് ഇന്ന് അവർ യോഗം ചേരാനിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം മാറ്റി നിർത്തപ്പെടുന്നു. നമുക്ക് ഒരു കാര്യം കൂടി വ്യക്തമാക്കാനുണ്ട്. ഒരു ഇൻസൈഡ് റിപ്പോർട്ടുകൾ പ്രകാരം ലഭിക്കുന്നത് ഇതൊരു പൊളിച്ചു നീക്കമായിട്ട് മാറാനൊരു സാധ്യതയുണ്ട്. ഇപ്പോഴുള്ള മെമ്പേഴ്സ് എല്ലാവരും തന്നെ മാറി നിന്നുകൊണ്ട് ബൈലോ പ്രകാരം, AMMയുടെ ബൈലോ പ്രകാരം മുഴുവനായി തന്നെ പൊളിച്ചു നീക്കാനൊരു സാധ്യത കാണുന്നുണ്ട്. ഒരു പുതിയ വോട്ടെടുപ്പിലൂടെ എല്ലാ സ്ഥാനത്തേക്കും പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനൊരു സാധ്യതയും കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് AMMA സംഘടനയുടെ ഭാഗത്ത് നിന്നും കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന പുതിയ ആരോപണങ്ങൾ സംബന്ധിച്ചിടത്തോളം ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യയാണ് ഇപ്പോൾ ഈ ആരോപണം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യം, പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചുവിനെതിരെയാണ് അവർ ഈ ആരോപണം ഉന്നയിക്കുന്നത്. കാസ്റ്റിംഗ് കൗച്ചിനായി പ്രേരിപ്പിച്ചു എന്നതാണ് സന്ധ്യ നടത്തുന്ന വെളിപ്പെടുത്തൽ. അതോടൊപ്പം തന്നെ നടൻ മുകേഷ് മറ്റൊരു നടിയുടെ അമ്മയോട് മോശമായി പെരുമാറി എന്നുള്ളൊരിതും കൂടി ഏറ്റവും പ്രധാനമായിട്ട് തന്നെ ഈ സന്ധ്യ അവർ പരാതിയായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. അവർ മുന്നോട്ട് വരുന്നുണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയായി ഓരോ താരങ്ങൾക്കെതിരെയും ഇവർ അനുഭവിച്ച പീഡനങ്ങളൊക്കെ തന്നെ അവർ വാർത്താമാധ്യമങ്ങളിൽ പുറത്ത് പറയുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പുതിയതുമാണ് ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യ നടത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ. ഏതായാലും മുകേഷിനെതിരെ വീണ്ടും ആരോപണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതെ, മുകേഷിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഒരു നടിയുടെ അമ്മയോട് പോലും മോശമായി പെരുമാറി എന്നാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഏതായാലും അതിന്റെ വിശദാംശങ്ങളാണ് ഹരി നൽകുന്നത്. അതിലേക്ക് തന്നെ വരാം. അത് കൂടുതൽ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകണം. ഹരി അതിനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് മനസ്സിലാകുന്നത്. പക്ഷേ സന്ധ്യയെ തന്നെ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ ലൈവിൽ വന്നേക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കണം, അല്ലെ? എന്തായാലും പ്രൊഡക്ഷൻ കൺട്രോളർ ബിച്ചു, അതോടൊപ്പം തന്നെ മുകേഷിനെതിരെയുമാണ് സന്ധ്യയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുള്ളത്. സന്ധ്യ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. ഇത്തരത്തിൽ നിരവധി ആളുകൾ സധൈര്യം മുന്നോട്ട് വരുന്നുണ്ട്. ഇനിയും വരും മണിക്കൂറുകളിലും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ബിച്ചു ഇത്തരത്തിൽ കാസ്റ്റിംഗ് കൗച്ച് ആവശ്യപ്പെട്ടു, ആ ഒരു ആവശ്യം ഉന്നയിച്ചു എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നടിയുടെ അമ്മയോട് പോലും മോശമായി മുകേഷ് പെരുമാറി എന്നുള്ള ഒരു കാര്യം കൂടി സന്ധ്യ വെളിപ്പെടുത്തുകയാണ്. ഏതായാലും വലിയ പ്രതിഷേധങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളതിൽ തർക്കമില്ല. ഈ കോൺക്ലേവിന്റെ നയരൂപീകരണ സമിതിയിൽ തന്നെ മുകേഷ് ഉണ്ട് എന്നുള്ളത്, മുകേഷിനെ മാറ്റണമെന്ന ആവശ്യം ഒരുപാട് ഉയർന്നിട്ടുണ്ട്. ആ കോൺക്ലേവുമായി ബന്ധപ്പെട്ട നയരൂപീകരണ സമിതിയിലെ അംഗമായ മുകേഷിനെ അതിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം ഉയർന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് കൂടുതൽ ആരോപണങ്ങൾ. ഇന്നലെയും ഗൗരവതരമായ ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടത് മുകേഷിനെതിരെ. ഹരി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഹരി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മുകേഷിനെതിരെ ഉണ്ടായ ആരോപണത്തിന്മേൽ മുകേഷിനെതിരെ വലിയ പ്രതിഷേധം. മുകേഷ് ഒരു നടൻ എന്നതിനപ്പുറം നമ്മുടെ ഒരു ജനപ്രതിനിധി കൂടിയാണ്. അതെ, അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇത് വളരെ ഗൗരവത്തോടു കൂടി സർക്കാർ ഈ വിഷയത്തെ നോക്കി കാണേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ കോൺക്ലേവിന്റെ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധമൊക്കെ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ മറ്റൊരു ആരോപണം കൂടി ഉയരുന്നത്. കൂടുതൽ പ്രതിസന്ധിയിലാവുകയാണ് മുകേഷ്, അല്ലേ?
തീർച്ചയായും പ്രതിസന്ധികളിൽ നിന്നും പ്രതിസന്ധികളിലേക്ക് മുകേഷ് മാറുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് നിൽക്കുന്നത്. ഇപ്പോൾ കോൺക്ലേവിന്റെ നയരൂപീകരണത്തിന്റെ സമിതിയിൽ മുകേഷ് അംഗമാണെന്ന് പറയുമ്പോൾ പോലും സ്വമേധയാ മുകേഷ് അതിൽ നിന്നും പിന്മാറാനൊരു സാധ്യത, ഒരു സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ചിലപ്പോൾ മുകേഷ് അതിൽ നിന്നും പിന്മാറാൻ, അല്ലെങ്കിൽ മുകേഷ് ആ സമിതിയിൽ നിന്ന് തന്നെ സ്വയം മാറിയേക്കാൻ ഒരു സാഹചര്യവും കൂടി കാണുന്നുണ്ട്. എന്നാൽ MLA സ്ഥാനം മാറേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പാർട്ടി വൃത്തങ്ങളിൽ നിന്നും പറയുന്നത്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ സമിതിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോൺക്ലേവിന്റെ നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷ് സ്വമേധയെ ഇറങ്ങി മാറാനൊരു സാധ്യതയും കൂടി നിലവിൽ കാണുന്നുണ്ട്. പക്ഷേ മുകേഷിനെതിരെ വരുന്ന ആരോപണങ്ങളൊന്നും തന്നെ തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. നമ്മൾ 2018 തന്നെ ഈ കാസ്റ്റിംഗ് ഡയറക്ടറായ ടെസ് ജോസഫ് മുകേഷിനെതിരെ ഈ ഒരു ആരോപണം ഉന്നയിച്ചിരുന്ന സമയത്തും മുകേഷിനെതിരെ ഈ ഒരു വാർത്ത വന്നിരുന്നതാണ്. അത് തന്നെയാണ് ഇപ്പോൾ ടെസ് ജോസഫ് വീണ്ടും മുകേഷിനെതിരെ ആദ്യം ആരോപണവുമായി രംഗത്തെത്തുന്നു. പിന്നാലെ മിനു മുനീറും എത്തുന്നു, തന്നോട് മോശമായി പെരുമാറി. ഇപ്പോൾ സന്ധ്യ തന്റെ സുഹൃത്തായ മറ്റൊരു നടിയുടെ അമ്മയോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുന്നു. ഇങ്ങനെ തുടരെ മുകേഷിനെതിരെ ആരോപണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ്, അല്ലാതെ നമുക്ക് ചുമ്മാ കാറ്റിൽ പറത്താൻ പറ്റുന്ന ആരോപണങ്ങളല്ല. ഗുരുതരമായ ആരോപണങ്ങൾ കഴിഞ്ഞ 3 ദിവസമായി നടൻ മുകേഷിനെതിരെ വരുന്നുണ്ട്. മുകേഷ് പറയുന്നത് ടെസ് ജോസഫിനെ തനിക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം മിനു മുനീറിനെതിരായ പരാതി, ഇപ്പോൾ സന്ധ്യ നടത്തിയ വെളിപ്പെടുത്തലിന് പോലും കൂടുതൽ വിവരങ്ങൾ മുകേഷ് തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട് പുറത്തു പറയുമോ എന്നുള്ള കാര്യത്തിൽ പോലും നമുക്ക് വ്യക്തതയില്ല. മുകേഷിന്റെ അഭിപ്രായം എന്തായിരിക്കും, മുകേഷിന് എന്താണ് പ്രതികരിക്കാനുള്ളതെന്ന് സംബന്ധിച്ചും വ്യക്തതയില്ല. പക്ഷേ ഗുരുതരമായ ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയായി മുകേഷിനെതിരെ സംഭവിക്കുന്നു. നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകണം. ഏതായാലും പരാതിയുമായി ഈ നടിമാർ മുന്നോട്ട് പോകുന്നു എന്നതും പ്രധാനമാണ്. മിനു മുനീറൊക്കെ പരാതി നൽകുന്നുണ്ട്.